ഞങ്ങള് ഈ 3 മാസം സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് നിന്ന അതേ നിൽപ്പു 3 മണിക്കൂർ അയാൾ നിയമസഭയിൽ നിന്നാ മതിയായിരുന്നു. ഇപ്പൊ ഓരോ സമുദായത്തിനും നമ്മൾ എടുക്കും, അവരൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പാർട്ടി പോലുള്ള ഒരു സംവിധാനമാക്കി മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗീതാനന്ദന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നിലപാടിനോട് ഞങ്ങൾ NDA സഖ്യം എന്നുള്ള നിലയിൽ വന്നപ്പോൾ പുള്ളിക്ക് അതിനോട് ഭയങ്കര എതിർപ്പുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി അങ്ങനെ NDA പോലെയുള്ള ഒരു മുന്നണിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത്, അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഇവിടുത്തെ UDF LDF ആണ്. ആദിവാസികളെ മനുഷ്യരായിട്ടേ പരിഗണിക്കാത്ത ഒരു ജാതി സംഘടനയെങ്കിലും ഉണ്ടാക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടായല്ലോ ആ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്. അതുണ്ടായത് ഈ ഗോത്ര മഹാസഭയുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ. JRS ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിലാണ്. ഗോത്ര മഹാസഭ ഒരു സമുദായ കൂട്ടായ്മയാണ്. ഗോത്ര മഹാസഭ അത് കേരളത്തിലെ 36 ആദിവാസികളുടെ ഒരു അമ്പർല കൂട്ടായ്മ, ജാതിപരമായിട്ടുള്ള STയുടെ മാത്രം ഒരു കൂട്ടായ്മയാണ്. അത് ഒരു സമുദായ കൂട്ടായ്മ പോലെയാണ് ഗോത്ര മഹാസഭയെ നമ്മൾ കാണുന്നത്. ഈ രാഷ്ട്രീയ മഹാസഭ JRP എന്ന് പറയുന്ന ഈ സംവിധാനം ഒരു പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ടാണ് നമ്മൾ അതിനെ റേസ് ചെയ്തത്. രാഷ്ട്രീയ മഹാസഭ അത് പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമായിട്ട് റേസ് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളുടെ നടത്തിയ സമരത്തിൻ്റെയും അതിനോട് പൊതുസമൂഹവും പൊളിറ്റിക്കൽ പാർട്ടികളും ഭരണാധികാരികളും എടുത്തിട്ടുള്ള നിലപാടും കൂടി വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഞങ്ങൾ ശരിക്കും 46 ദിവസമാണ് നിൽപ്പ് സമരം നടത്തിയത്. 68 ദിവസം, 3 മാസം, 68 ദിവസത്തോളാണ് നിൽപ്പ് സമരം നടത്തിയത്. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റിന്റെ പുറത്താണ് ഈ നിൽപ്പ് സമരം നടത്തിയത്. അതേ സ്ഥാനത്ത് ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടാക്കി അതിലൊരാൾ ജയിച്ച് നിയമസഭയ്ക്കകത്തുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ 3 മാസം സെക്രട്ടേറിയറ്റിന്റെ പുറത്ത് നിന്ന അതേ നിൽപ്പു 3 മണിക്കൂർ അയാൾ നിയമസഭയിൽ നിന്നാ മതിയായിരുന്നു, തീരുമാനം ഉണ്ടാവുമായിരുന്നു. പക്ഷേ അതേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ടിക്കറ്റിൽ പോയാൽ അത് പറ്റില്ല. രാഷ്ട്രീയ പാർട്ടിയുടെ ടിക്കറ്റിൽ പോയാൽ ഞങ്ങളുടെ പാർട്ടിയാണ് നിങ്ങളെ ജയിപ്പിച്ചത് നിന്നെ, അതുകൊണ്ട് പാർട്ടി പറയുന്നതേ കേൾക്കാൻ പാടുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് ആനങ്ങി പോകരുതെന്ന് പറയും. അവന് അനങ്ങാനേ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ പോയിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കി അതിലൂടെ അധികാരമാണ് ഇതിൽ പ്രശ്ന പരിഹാരം ഉണ്ടാക്കുന്നത്. അധികാരം വഴി തന്നെയാണ്. ഇപ്പോൾ നിയമസഭയിൽ ഇരുന്നിട്ടാണ് ആരെ കൊല്ലണം, ആരെ അകറ്റി നിർത്തണം, ആരെ കൂടെ നിർത്തണം, ആരെ ഉയർത്തണം എന്നൊക്കെ അതിൻ്റെ അകത്താണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ തീരുമാനിക്കുന്നിടത്ത് ഞങ്ങളുടെ പങ്കാളിത്തമില്ല. ഈ പങ്കാളിത്തം അതിൻ്റെ അകത്തുണ്ടാവണം. അത് പക്ഷേ ഇവരുടെ ആരുടെയും ബിനാമിയായിട്ട് പോകരുത്. ബിനാമിയായി പോയാൽ ബാക്കിയുള്ള ആളുകളുടെയും കൂടെ വൈരാഗ്യവും ദേഷ്യവും നമുക്ക് സമ്പാദിക്കാന്നല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ പോകണം. അങ്ങനെ പോയാലേ നമ്മളതായിട്ടുള്ള കാര്യങ്ങൾ വെട്ടി തുറന്ന് സംസാരിക്കുമ്പോൾ വിപ്പ് കാണിക്കാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ വിപ്പ് കാണിച്ചിട്ടിരിക്കാൻ പറയും. അതിനാണ് ഞങ്ങളിപ്പോൾ ഈ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയത്. ഇപ്പോൾ എല്ലാ ആളുകളും ഉണ്ടാക്കുന്നുണ്ടല്ലോ പാർട്ടി. ഇപ്പോൾ ഓരോ സമുദായത്തിനും നമ്മൾ എടുക്കുക,
അവരൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ പാർട്ടി പോലുള്ള ഒരു സംവിധാനമാക്കി മുന്നണിയുടെ ഭാഗമായിട്ടാണ് അവർ നേട്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ നൂറ്റാണ്ടുകളായിട്ട് അത് കിട്ടാതെ പോയത് കേരളത്തിലെ പട്ടികജാതിക്കാർക്കും പട്ടികവർഗക്കാർക്കും. ഇതുവരെ അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തത്. അതുകൊണ്ട് അവരും വരണം ഇവിടത്തേക്ക്. അങ്ങനെ വരുമ്പോൾ മാത്രമേ അവിടെ പ്രശ്നം പരിഹരിക്കുന്നുള്ളൂ. ഈ പൊളിറ്റിക്കൽ പാർട്ടിയും ഭരണാധികാരിയും മറ്റുള്ള ആളുകളും നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇതിനുണ്ടാക്കിയത്. അല്ലാണ്ട് ഞങ്ങൾക്ക് സ്വന്തം ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടി അട്ടിമറിച്ച് നമ്മൾ മാത്രം ഇതാവാ അങ്ങനെയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലല്ല. അതല്ലാതെ പിന്നെ വേറെ എന്ത് വഴി? ഇപ്പോ ഞാനൊക്കെ എൻ്റെ ചെറിയ പ്രായം തൊട്ട് ഈ സമരരംഗത്ത് നിൽക്കുന്നതാ. ഇപ്പൊ എനിക്ക് ഒരുപാട് പ്രായമുണ്ട്. ഇത്ര കാലമായിട്ട് ഒരു അന്തിമ സൊല്യൂഷൻ ഇതിനുണ്ടാക്കാനാവുന്നില്ല. അപ്പോൾ അന്തിമ സൊല്യൂഷൻ ഉണ്ടാക്കുന്ന വഴി എവിടെയാണോ ആ വഴി നമ്മൾ സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് ഞങ്ങൾ പാർട്ടി ഉണ്ടാക്കുന്നത്. അവിടെയാണ് ഈ JRP ഉണ്ടാക്കുന്നതിന്റെ പ്രസക്തി ഉണ്ടാവുന്നത്. ഇപ്പോ ഈ നൂറ്റാണ്ടുകളായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെയും ഞങ്ങളുടെ ആളുകൾ പോയിട്ടുണ്ട്, വോട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രശ്നം പരിഹരിച്ചില്ലല്ലോ. ഇനിയും പോയാൽ മുഴുവൻ ആളുകളും മരിച്ചു തീരുവല്ലാതെ പരിഹാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിന് ബദലായിട്ടുള്ള ഒരു സംവിധാനം വന്നാലേ ഇതാവുള്ളെങ്കിൽ അത് ഉണ്ടാക്കണം. അതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിനെയോ BJPനെയോ മാർക്സിനെയോ ഒന്നും തകർത്തില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. ഞങ്ങളുടെ അവകാശങ്ങൾ നേടണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ വന്നാലേ പറ്റുള്ളൂ എന്ന് ഇവരൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് കൊണ്ട് ആ ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. ഗീതാനന്ദന് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു നിലപാടിനോട് ഞങ്ങൾ NDA സഖ്യം എന്നുള്ള നിലയിൽ വന്നപ്പോൾ പുള്ളിക്ക് അതിനോട് ഭയങ്കര എതിർപ്പുണ്ടായി. ബാക്കിയുള്ള ആളുകൾക്ക് അതിനോട് എതിർപ്പില്ല. ഗീതാനന്ദന് എതിർപ്പുണ്ടായി. എതിർപ്പുള്ള ആൾ മാറി നിൽക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. ഇപ്പോ ഇത് ജനാധിപത്യ രാജ്യമാണ്. ആർക്ക് എന്തിനോടൊപ്പം നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള മൗലിക അവകാശമുണ്ട്. ആ മൗലിക അവകാശം ആർക്കും ഒരു വ്യക്തിയും തീരെഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള നിലപാട് സ്വീകരിക്കാമല്ലോ. സ്വീകരിക്കട്ടെ, അതിനെന്താ പ്രശ്നം? ഇല്ല, അതിനകത്ത് കൃത്യമായിട്ടുള്ള നിലപാടുള്ള ആളുകൾ ജയിച്ച് അധികാരത്തിൽ പോയാൽ അവിടെ ആ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ പറ്റൂ, ഉറപ്പായിട്ടും. ഇപ്പൊ എല്ലാരും ചെയ്യുന്നത് അതാണല്ലോ. ഇപ്പൊ വേറൊന്നും വേണ്ട. നമ്മളിപ്പോ ഈ മുസ്ലിം ലീഗിനെ എടുത്തു നോക്കാം. അവര് ഒരു കാലഘട്ടത്തിൽ ഞങ്ങളെക്കാട്ടും ദുരിതമായിട്ട് ജീവിച്ചിരുന്ന ആളുകളായിരുന്നു. ഇപ്പൊ അവരുടെ അവസ്ഥ എന്താ? അവർ ഓരോ സമയത്തും ഓരോ മുന്നണി വരുമ്പോൾ അതിൻ്റെ കൂടെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ പോകുന്നുണ്ട്. അവർക്ക് വേണ്ടത് മൊത്തം അവിടെ പറഞ്ഞ് കൃത്യമായിട്ട് ചെയ്യിപ്പിച്ച് കാര്യങ്ങൾ അവരുടെ ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള വലിയ മാറ്റം അവരുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ആളുകൾ ഇതുവരെ അങ്ങനെ പോയി ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇതുവരെ ഉണ്ടായിട്ടുമില്ല. അപ്പം അതുണ്ടാവണമെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ചെയ്ത് വിട്ടാൽ മാത്രമേ ആവുള്ളൂ എന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നത് നിലവിലുള്ള പൊളിറ്റിക്കൽ പാർട്ടികൾ തന്നെയാണ്, വേറെ ആരുമല്ല. ഇപ്പോ ഞാൻ പറയുന്നത്, ഞങ്ങൾ അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കി അങ്ങനെ NDA പോലെയുള്ള ഒരു മുന്നണിയുടെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടത്, അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ഇവിടുത്തെ UDF LDF ആണ്. കാരണം ഈ നൂറ്റാണ്ടുകളായിട്ട് അവരുടെ കൂടെ നമ്മുടെ ആളുകൾ നിന്നത്. എന്നിട്ട് അവർ ചെയ്തില്ലല്ലോ. അവർ ചെയ്യാത്തതുകൊണ്ടല്ലേ നമ്മളിങ്ങനെ പോകുന്ന സമയത്ത് അത് മോശമാണെന്ന് പറയുന്നത് എന്ത് ന്യായമാണ്? ഇതൊക്കെ ജാതി സംഘടനയാണ്. ജാതി സംഘടന ഉണ്ടാക്കി ഇപ്പോ JRPയിലേക്കും ഗോത്ര മഹാസഭയിലേക്കും ആദിവാസികൾ വരാതിരിക്കാൻ വേണ്ടി ജാതി സംഘടന ഉണ്ടാക്കി അവരുടെ കൂടെ നിർത്തുന്ന പണിയാണ് അവർ ചെയ്യുന്നത് ഇതിലൂടെ. അപ്പോ അത് ഒരു കണക്കിന് നോക്കിയ ഗോത്ര മഹാസഭയുടെ വലിയ വിജയ. ആദിവാസികളെ മനുഷ്യരായിട്ടേ പരിഗണിക്കാത്ത ഒരു ജാതി സംഘടനയെങ്കിലും ഉണ്ടാക്കാനുള്ള മനസ്സ് അവർക്ക് ഉണ്ടായല്ലോ, ആ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക്. അതുണ്ടായത് ഈ ഗോത്ര മഹാസഭയുടെയും ഇടപെടലിന്റെ ഭാഗമായിട്ടല്ലേ. മനുഷ്യരായിട്ട് പരിഗണിക്കാതിരുന്നത് ജാതി സംഘടന ഉണ്ടാക്കിയിട്ടെങ്കിലും നിർത്തിയില്ലെങ്കിൽ ഇവര് നിൽക്കില്ല എന്നുള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ അവർ ചെയ്യുന്നത്. അത് അവരുടെ അപജയമല്ലേ, പരാജയമല്ലേ, അല്ലാതെ അവർക്ക് നിർത്താനാവില്ല എന്നുള്ളത്. അപ്പോ ആ രീതിയിലേക്ക് അവർ ചിന്തിപ്പിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിജയമല്ലേ ഇത്. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടുമില്ല, എനിക്കറിയില്ല.
എന്നെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അങ്ങനെ ആരും കാണാനും വന്നിട്ടില്ല. ഇല്ല. കണ്ടിട്ടുണ്ട്. നമ്മൾ പൊതുവെയുള്ള ആദിവാസി വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നോക്കാം, ഇടപെടാം, അങ്ങനെയാണ് മറുപടി. ഇല്ല, അന്ന് ഇടതുപക്ഷം പോലെയുള്ള ആളുകളുടെ ഒരു സമ്മർദ്ദ ഇടപെടലുണ്ടായി. അവരുടെ ഒപ്പം നിന്ന് അവർ ഒരുപാട് കാര്യങ്ങളിലേക്ക് പരിഗണിച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള രീതിയിൽ. പക്ഷെ അവർ നമ്മളെ പറ്റിച്ചു. അപ്പം നമ്മൾ വീണ്ടും ഇതായി. അല്ല, ഞാൻ അതിനെക്കുറിച്ചൊന്നും എനിക്ക് നന്നായി പഠിക്കണം. പഠിക്കാതെ ഞാൻ അതിന് മറുപടി പറയുന്നില്ല. കാരണം ഞാൻ എല്ലാ കാര്യവും എപ്പോഴും ആ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ പഠിച്ചിട്ടില്ല. ലൈഫ് മിഷൻ പദ്ധതിയോടുകൂടി ഭൂപ്രശ്നമൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പേര് മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നും നടന്നിട്ടില്ല. ഈ ഒരു അവസ്ഥ തുടരുവാണെങ്കിൽ ഉണ്ടാവേണ്ടി വരും. ഇപ്പോൾ ഉണ്ടാവണം എന്ന് നമുക്ക് ആഗ്രഹമില്ല, ഭൂസമരം നടത്തണം എന്നും ആഗ്രഹമില്ല. നമ്മൾക്ക് എത്രയും പെട്ടെന്ന് ഒതുങ്ങി കുറച്ച് ജീവിക്കുക എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. പക്ഷേ നിവൃത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും? ചെയ്യേണ്ടി വരും.